എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ എല്ലാവരും നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കണിയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടികളെയൊക്കെ കണി കാണിച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ചായ ആയപ്പോൾ ഏട്ടൻ കൂടി തന്നതാണ്. അങ്ങനെ ചായ കുടിക്കുന്ന ഇടയിലാണ് കേട്ടോ നമ്മുടെ റൗലി കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് തിരക്ക് കാരണം. അങ്ങനെ അവൾ വന്ന സമയത്ത് ഞാൻ വേഗം തന്നെ അവൾക്ക് ഒന്ന് കണി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കണി കാണാൻ നിൽക്കുന്നില്ല, കുറച്ച് നേരമൊക്കെ അങ്ങനെ എൻ്റെ അടുത്ത് നിന്നിട്ട് വേഗം തന്നെ ഓടിപ്പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൗണ്ട് വന്നിട്ടില്ല, ഇനി സൗണ്ട് വന്നിട്ട് അവളെയും നമുക്ക് കണിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല പോലെ തന്നെ വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ മിറ്റമെല്ലാം നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ ഒഴിച്ചു വിട്ട്. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് കോലമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അരിമാവ് കൊണ്ടാണ് കേട്ടോ കോലം ഇടുന്നത്, അതെല്ലാം വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. കണിയാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ എണീറ്റ് കണി കാണണമല്ലോ. അപ്പോൾ കുട്ടികളെല്ലാം നമ്മൾ എണീറ്റ് കണിയെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ രാവിലെ എല്ലാ തിരക്കും കൂടെ ആകുമ്പോൾ എന്താ പറയുക, എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. തുടയ്ക്കൽ അടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ വന്നിട്ട് കോലമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കോലമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിൻ പടക്കം പൊട്ടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഒരേ തിരക്കുകാരൻ, ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം നമുക്ക് ഈ കണി ഒരുക്കണ പരിപാടിയും അതല്ലാണ്ട് തന്നെ നമ്മൾ ഈ വിഷു വേല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട്, അതുപോലെ ഓണം എന്നൊക്കെ പറയുമ്പോൾ കുറേ ദിവസം മുമ്പ് തന്നെ ഓരോരോ ജോലികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ തന്നെ ചെയ്ത് വരുന്ന സമയത്ത് എല്ലാം നമുക്ക് കാണാനും ചെയ്യാനും പറ്റാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ്ടോ കോലമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ റെഡി ആയിട്ടുണ്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ സെറ്റ് സാരിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ഫങ്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും മുല്ലപ്പൂ നമുക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് തൊഴുതി പിന്നെ കൈനീട്ടമൊക്കെ വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കണി വെച്ചതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ കൊല്ലത്തെ കണി നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ കണി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ വലിയ കൃഷ്ണനാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ നേരത്തെ എണീച്ച് വിളക്കെല്ലാം കൊളുത്തി ചന്ദനത്തിരിയെല്ലാം കൊളുത്തി നമുക്ക് പറ്റാവുന്ന അതുപോലത്തെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു കണി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പലരും പല രീതിക്കായിരിക്കും കേട്ടോ കണി വയ്ക്കുന്നത്. എനിക്കറിയാവുന്നത് പോലെ കണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ, കുറച്ച് പച്ചക്കറികൾ മാത്രം വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അതെല്ലാം ഓരോന്ന് അത്യാവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ദിവസം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ആഘോഷം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് അടുക്കള കാര്യങ്ങൾ നോക്കണം, കൂടുതലായിട്ട് അതിന് പുറത്തെ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് തിരക്കായിരിക്കും അല്ലേ. വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിലത്ത് നിൽക്കാനും കൂടെ സമയം കിട്ടില്ല, അത്രയും ജോലികളായിരിക്കും. അതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോവുക, വീട്ടിലെ സകലമാന കാര്യങ്ങളും ചെയ്യുക, എല്ലാവരും റെഡിയാക്കി എടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഓടേണ്ടതായിട്ടുണ്ട് അല്ലേ. അതിനിടയിൽ ഓടിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റായി തന്നെ ചെയ്തു വരുന്നത് അല്ലേ. അങ്ങനെ നമ്മളൊക്കെ രാവിലത്തെ ഏകദേശമൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മൾ പിന്നെ റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ റെഡിയായതാണ്. ആ സമയത്താണ് കേട്ടോ കൈനീട്ടം വാങ്ങുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ കൊല്ലങ്ങൾ പോകുന്തോറും ഓരോ കൊല്ലം നമ്മൾ വെച്ചിട്ടുള്ള കണിയും ഓരോ കൊല്ലം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് കൂടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞാൽ മെയിനായിട്ട് ഇത് ഞാൻ നിർത്താണ്ട് കൊണ്ടുപോകുന്നത് തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പിന്നീടേക്ക് കാണാനും അത് മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് യൂട്യൂബ് കൊണ്ടുള്ള എനിക്ക് ലാഭം കിട്ടുക എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ അവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി, ഈ കൃഷ്ണൻ വേഷമൊക്കെ കെട്ടി കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അശുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അശു എന്താ പറയുക വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അവളുടെ കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ.
വലിയ കുട്ടികളായിട്ടും ചെറിയ കുട്ടികളായിട്ടൊക്കെ കേട്ടോ. അവർ നല്ലപോലെ പാട്ടൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതൊന്നും വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പാട്ട് വെച്ചിട്ടുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ അവർക്കുള്ള എന്താ പറയുക കൈനോട്ടമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കാവിലെ അമ്പലത്തിൽ അയ്യപ്പൻ്റെ അവിടെ അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പോയി വന്നതിന് ശേഷം നമുക്ക് രാവിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതുപോലെ ചട്നി, ചമ്മന്തി, ദോശ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ദോശയാകുമ്പോൾ സമയത്ത് നമുക്ക് പിന്നെ വന്നിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ചട്നിയും ചമ്മന്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ദോശ അതുപോലെ ചമ്മന്തി ചട്നി എല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ റൗലിക്കും അതുപോലെ തന്നെ സോണ്ടുവിനും കേട്ടോ. പിന്നെ നമ്മുടെ പൈക്ക ഇല്ലല്ലോ, അപ്പോൾ അവൾ പോയില്ലേ നമ്മളെയൊക്കെ വിട്ടിട്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇവർക്ക് 2 പേർക്കും കേട്ടോ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 2 കുട്ടികളും കൈനീട്ടവും കണിയും എല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് കണിയെല്ലാം കാണിച്ച് കൈനീട്ടമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കണി വെച്ച സാധനങ്ങളെല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ കണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനങ്ങളൊക്കെ മാറ്റും കേട്ടോ. എല്ലാവരുടെയും എങ്ങനെയെന്നറിയില്ല, ചിലവർ ഒരുപാട് നേരം കഴിഞ്ഞിട്ടായിരിക്കും അവരത് എടുക്കാറുള്ളത്, അതങ്ങനെ ആയിരിക്കും. പക്ഷേ ഞാനൊരു 10-11 മണിയാകുന്ന സമയത്ത് തന്നെ നമ്മുടെ കണി വെച്ച സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം അതെല്ലാം അതാത് പാത്രത്തിലേക്ക് മാറ്റി, അതുപോലെ തന്നെ കണിവെള്ളരിയെല്ലാം മാറ്റി, ഫ്രൂട്ട്സൊക്കെ മാറ്റി അതെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അശ്വിനുണ്ട് കേട്ടോ. അവന് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ അങ്ങനെ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പരിപ്പ്, പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം അതേ പാത്രത്തിൽ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക കയ്യോടെ എല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ 2 കൂടെ തന്നെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ വിൽക്കുന്നത് പോലെ തന്നെ തിരക്ക് തന്നെയാണ് കേട്ടോ. കണി മാറ്റിയതിന് ശേഷമുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതും ഇതുപോലെ കറക്റ്റായി മാറ്റി കറക്റ്റായി റെഡിയാക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വൈകുന്നോറും അതവിടെ ഇരുന്ന് ചിലപ്പോൾ ഈറുമ്പെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അരി ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കണി കാണുന്നത്. പിന്നെ ഈ പയറ് വർഗ്ഗങ്ങൾ ചിലപ്പോൾ അതിലിങ്ങനെ ഈറുമ്പ് വരാനൊക്കെ സാധ്യതയുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വേഗം തന്നെ കൈയോടെ ഒന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഒരു പാത്രത്തിലാക്കി, അതുപോലെ അരി നമ്മൾ കൊട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉരുളിയിൽ, അതെല്ലാം വേറൊരു പാത്രത്തിലാക്കി അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ അശ്വിനും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ, അതുപോലെ പാലക്കാടൻ ഭാഗത്ത് എന്ന് പറയുമ്പോൾ സദ്യ ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മുടെ അവിടെ സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ അവിടെ കൂടുതലായിട്ട് നമ്മൾ വിഷു കഞ്ഞിയാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വിഷു കഞ്ഞി, പിന്നെ അതിനെന്തെങ്കിലും ഉപ്പേരി, പപ്പടം, അച്ചാർ അല്ലെങ്കിൽ അവിയൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ അവിടെ പോകാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലേ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നത് അല്ലേ. അതാണ് നമ്മുടെ ഈ പച്ചയായ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് പ്ലാനിങ്ങോടെ നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് എന്താ പറയുക അടപടലം ഫ്ലോപ്പായി പോയി എന്ന് മാത്രമല്ല, ആകെ ബുദ്ധിമുട്ടും ആയൊരു വിഷു ആയിരുന്നു കേട്ടോ നമുക്ക് ഇപ്രാവശ്യത്തെ. കുറേ ദിവസമായിട്ടോ നമുക്ക് എന്താ പറയുക നമുക്കല്ല എല്ലാവർക്കും ഉണ്ടാകും. എന്താ പറയുക വിഷു, വേല, ഓണം എന്നൊക്കെ പറയും പോലെ തലേ ദിവസം തുടങ്ങുന്ന പരിപാടികളായിരിക്കില്ലല്ലോ. നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടാകും. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമുക്ക് പിന്നെ മെയിനായിട്ട് എനിക്ക് പറയുമ്പോൾ ഈ തലവേദനയുടെ മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ദിവസം ഓരോരോ ജോലികളും ഉറക്കമില്ലായ്മയും റെസ്റ്റില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക ഉള്ളവർക്ക് അതിനെപ്പറ്റിയുള്ള വേദന നല്ലപോലെ അറിയില്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സമയം വരെ അതൊന്നും വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഗുളിക കഴിച്ചാലും മാറുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി നമുക്ക് ഓർക്കില്ല, റെസ്റ്റ് ഇല്ലാത്ത ജോലികൾ, എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണ്ടേ. വേറെ ഈ പാരപ്പോൾ ചെയ്യുക പറയുമ്പോൾ അത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും വാരി വലിച്ച് നമ്മളിങ്ങനെ ചെയ്യണം. നേരത്തെ എണീക്കണം. പിന്നെ
തന്നെ ഓരോരോ വിശേഷങ്ങൾ പറയുമ്പോൾ അതിന് പ്രത്യേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. അങ്ങനെയൊക്കെ കൊണ്ട് ആണ് തോന്നുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് തലവേദനിക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോഴേക്കും തന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം നല്ലപോലെ ഉള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ കൺട്രോളായിട്ട് വന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ വേഗം വേഗം ജോലികൾ തീർക്കേണ്ട ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ചില സമയങ്ങളിൽ നമുക്ക്. അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ടെൻഷൻ. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് തല നനച്ചപ്പോൾ എന്താ പറയുക, തല നേരെ തോർത്തിയില്ല തോന്നുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു പ്രശ്നം എല്ലാം കൂടെ ആകെപ്പാടെ തന്നെ ഭയങ്കര തലവേദനയായി പോയി കേട്ടോ. പിന്നെ തലവേദന, നമുക്ക് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയുക തല താത്താൻ പറ്റാത്ത അത്രയും വേദനയായിരിക്കും. പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇപ്രാവശ്യം നമുക്ക് വിഷുക്കഞ്ഞി വെക്കാനോ അത് കുടിക്കാനോ കുട്ടികൾക്കത് നല്ലപോലെ കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല കേട്ടോ. ഈ തലവേദന എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതിങ്ങനെ ചിലപ്പോൾ നല്ല ദിവസങ്ങളിലായിരിക്കും കേട്ടോ നമുക്ക് ആകെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാറുള്ളത്. എന്താ പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും, റെസ്റ്റ് എടുക്കാനോ ജോലികൾ ഇങ്ങനെ പെട്ടെന്ന് തീർക്കേണ്ട ആ ഒരു വ്യഗ്രത ഒക്കെ ഉണ്ടാവും. എന്താ പറയുക, പെട്ടെന്ന് തന്നെ തലവേദന കൂടാനും ഛർദ്ദിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വിഷുക്കഞ്ഞിയൊന്നും നമുക്ക് വെക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചോറ്, അതിലൊരു മുട്ടക്കോസ് കൂട്ട്, പിന്നെ ഒരു ഉപ്പേരി, ഒരു അച്ചാർ, സാമ്പാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പായസം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണം പറയുമ്പോൾ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാണ്ടിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഒരു ഗുളികയും കൂടെ കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തപ്പോഴാണ് തലവേദനയ്ക്ക് ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.